പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒന്നിച്ച് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാൻ അവിടെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന പ്രിയ സിസ്റ്ററിനായി സ്തോത്രം ചെയ്തു. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അനേകർക്ക് അനുഗ്രഹമായി തീരണം. നീവൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോ വ്യൂവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. മുറ്റുമായി ഞങ്ങളെ സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്, ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിച്ചാട്ട്. പരിശുദ്ധനെ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം വെളിപ്പെടണം. അങ്ങനെ അവിടുത്തെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാന മഹത്വത്തെ കടപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറണമേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് പ്രിയ ശോഭന സിസ്റ്റർ സാക്ഷ്യമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രിയ ശോഭന സിസ്റ്റർ കടന്നു വന്നതിനെപ്പറ്റി, ആ അനുഭവങ്ങളെപ്പറ്റി എല്ലാമാണ് സിസ്റ്റർ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. സ്നേഹത്തോടെ പ്രിയ സിസ്റ്ററെ നമ്മൾ നമ്മുടെ ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ട്രിവാൻഡ്രം വലിയതുറ അല്ലേ? വലിയതുറ എന്ന് പറയുമ്പോൾ കടൽ തീരമാണല്ലോ, അല്ലയോ? അതെ അതെ. ശരി. കടലുമായിട്ടൊക്കെ അടുത്ത് ജീവിക്കുന്ന ആളെ ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വിശ്വാസികളും ഉണ്ട് അവിടെ അല്ലേ? വലിയതുറയൊക്കെ വലിയ സഭകളുള്ളതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെയാണോ ജനിച്ചു വളർന്നതൊക്കെ? അതിന് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ അടുത്താണ് ജനിച്ചു വളർന്നത്. ഓ ശരി. കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് വലിയതുറ. ശംഖുമുഖം അല്ലേ? ഇപ്പോൾ ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കും. ശരി, വലിയതുറ വാടകയ്ക്ക് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം പിന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും ജനിച്ചു വളർന്ന സാഹചര്യമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറ്റുമായിരുന്നു. പറയാം കേട്ടോ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമേറിയ നല്ല സായന സമയത്ത് കർത്താവ് യേശുവിന് സകലമാനും മഹത്വവും അർപ്പിക്കുന്നു. എൻ്റെ പേര് ശോഭന. ഞാൻ ട്രിവാൻഡ്രത്ത് വലിയതുറ താമസിക്കുന്നു. എനിക്ക് ഒരു മകളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അമ്മയച്ഛൻ മരിച്ചു. സഹോദരങ്ങൾ എല്ലാവരും മരിച്ചു. ഞങ്ങൾ 5 മക്കളിൽ ഏറ്റവും മൂത്തതും ഏറ്റവും ലാസ്റ്റ് അനിയത്തി ഇന്ന് പൂമുഖത്തുണ്ട്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. സത്യദൈവം എന്തെന്നറിയാതെ വിഗ്രഹങ്ങളെ, മ്ലേച്ഛകരമായ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നിടത്ത് നിന്നും കർത്താവ് യേശുവിന്റെ സ്നേഹം എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും എൻ്റെ പൈതലും കുടുംബവും ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും 40 വയസ്സ് 39 വയസ്സാകുമ്പോൾ തന്നെ ആൺതലമുറകളൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹിന്ദു ആചാരപ്രകാരം പൂജാകർമ്മങ്ങളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളുമായി കഴിഞ്ഞൊരു കുടുംബമാണ് എൻ്റെത്. എൻ്റെ വീട്ടില് കുട്ടി ദൈവങ്ങളെ വെച്ച് ആരാധിക്കുകയും, അമ്മയുടെ അച്ഛൻ ഒരു മന്ത്രവാദിയായിരുന്നു. അമ്മയുടെ അച്ഛൻ ഇങ്ങനെ മന്ത്രം ചെയ്ത് പോയി കൊണ്ടുവരുന്ന പ്രസാദങ്ങൾ, അതായത് പൊരി, അവില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഴി അറുത്ത് അതിന്റെ രക്തം അവിടെ ഒഴിച്ച് ഇങ്ങനെ വന്നിട്ട് സന്ധ്യയാകുമ്പോഴത്തേക്ക് വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്: ഇന്നു മുതൽ നിന്റെ വീട് ഇതാണ്. പക്ഷെ ഞങ്ങൾ ആരും കുഞ്ഞു പ്രായത്തിൽ അതെന്താണെന്ന് മറ്റാരെയും കാണുന്നില്ല. ഞങ്ങൾ അപ്പനെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അപ്പൻ കൊണ്ടുവന്നിട്ട് പറയും, ഇന്നു മുതൽ ഈ കുഞ്ഞുങ്ങൾ നിനക്കുള്ളതാണ്. നീ ഇവരെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. ഇവരെ സ്നേഹത്തോടെ കരുതണം, സൂക്ഷിക്കണം, അവർക്കൊന്നും വരാതെ കാക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ ആരെയും അവിടെ കാണാറില്ല. അപ്പന്റെ സംസാരം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ നാളുകള് അങ്ങനെ മന്ത്രവാദം ചെയ്ത് അപ്പൻ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഭൂതങ്ങളെയും ഒക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുമായിരുന്നു. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കുന്നതും വിളക്ക് തേക്കുന്നതും സന്ധ്യയ്ക്ക് ദീപം കത്തിക്കുന്നതും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഞാനാണ്. കാരണം കുടുംബത്തിലെ മൂത്ത തലമുറയാണല്ലോ. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും സമാധാനം എന്തെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയില്ല. കാരണം എൻ്റെ അച്ഛൻ ഒരു തികഞ്ഞ മദ്യപാനി അല്ല. ആവശ്യത്തിന് കുടിക്കും, പക്ഷെ കുടിച്ച് ഞങ്ങളെ നല്ലവണ്ണം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ്. എന്നാൽ ആളുകൾ മുന്നോട്ട് പോയി അച്ഛൻ മദ്യപിച്ച് കുടുംബത്തെ അമ്മയെ ഒത്തിരി ഉപദ്രവിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഞങ്ങള് 5 മക്കളാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അപ്പന് ആ, രോഗം വന്നിട്ട് ഈ അപ്പൻ ആ, വിളിച്ച ദൈവങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ വിചാരിക്കും, നമ്മുടെ വീട്ടിനകത്ത് ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ മരിച്ച ആത്മാക്കളെ നമ്മുടെ ശരീരങ്ങളിൽ ഇറക്കി തുള്ളിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അത് മരിച്ച ഒരു വ്യക്തി വീട്ടിൽ 16 അടിയന്തരം എന്ന് പറയും. ആ 16 അടിയന്തരത്തിന് മരിച്ചവരെ കുടുംബത്തിലുള്ള സഹോദരങ്ങളെ നിരത്തി നിർത്തി വെള്ളത്തോർത്ത് കയ്യിൽ വിരിച്ച് ഇങ്ങനെ നിർത്താറുണ്ട്. കാരണം ആ ആത്മാവിനെ, മരിച്ച ആത്മാവിനെ ആരോടാണ് കൂടുതൽ ഇഷ്ടം, അവരെ ശരീരത്തിൽ ഇറക്കിയിട്ട് ആ ശരീരത്തിൽ തുള്ളിപ്പിക്കും. അങ്ങനെ എൻ്റെ അനുജത്തി മരിച്ചു, എൻ്റെ 2 അനുജത്തിമാര് മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മേലെ ഈ ബാധയെ ഇറക്കി തുള്ളിപ്പിച്ചു. അപ്പോ അത് ഒറിജിനൽ ആണോ ഇല്ലേന്നറിയാൻ അന്നത്തെ കാലത്ത് ഈ ശരീരത്തിൽ ഒറിജിനൽ ബാധയാണെങ്കിൽ ശരീരം വെന്തുപോകില്ല. അങ്ങനെ കയ്യിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ നമ്മുടെ കൈ വെന്തു പോയിട്ടില്ലെങ്കിൽ ഒറിജിനൽ ബാധയാണ്, ആ ആത്മാവാണ് വന്നിറങ്ങിയെന്ന് വിശ്വസിക്കും. അങ്ങനെ ചെയ്തിട്ടും അന്ന് ഈ ഭൂതത്തെ ഇറക്കി തുള്ളിപ്പിച്ചിട്ടും അന്നും യേശു കർത്താവിനെ അറിയുവാനോ അല്ലെ യേശു ദൈവമാണെന്ന് പറഞ്ഞു തരാൻ അന്നത്തെ കാലത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ കാലങ്ങൾ ചെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പൻ ഇങ്ങനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ശരീരം മൊത്തം വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് ഒരു സുബോധമില്ലാത്ത അനുഭവത്തിലേക്ക് വന്ന് അങ്ങനെ പെട്ടെന്ന് മരിക്കുവാൻ തക്കോണം ഇടയായി. ദൈവവചനം പറയുന്നു, 58-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മന്ത്രവാദി എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും തന്റെ മന്ത്രങ്ങളൊന്നും ഫലിക്കുകയില്ല, അത് കേൾക്കുകയില്ല. അപ്പോ അന്ന് ഈ മന്ത്രം ചൊല്ലുന്നതൊന്നും കേൾക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുമ്പോൾ അന്ന് കഷ്ടങ്ങളോ പട്ടിണികളോ ദാരിദ്ര്യങ്ങളോ അറിയാതെ വളർന്ന ഒരു കാലമാണ്. കാരണം എൻ്റെ അച്ഛന് എയർപോർട്ടിൽ ജോലി ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷകരമായിട്ടാണ് കുടുംബജീവിതം മുന്നോട്ട് പോയത്. എന്നാൽ കാലങ്ങൾ ചെല്ലുന്തോറും വീട്ടിനകത്ത് ദുർമരണങ്ങൾ നടക്കുവാൻ, ഒന്നിൽ ആക്സിഡന്റ്, എൻ്റെ ഒരു അനുജത്തി തൂങ്ങി മരിച്ചു. പിന്നെ എൻ്റെ ഒരു അനുജത്തി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അങ്ങനെ മരിക്കുവാനിടയായി. എൻ്റെ അച്ഛൻ മരിച്ചത് ക്യാൻസർ ബാധിച്ച്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ദീപാരാധന തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തില് പൂജാരി ജോത്സ്യം പറഞ്ഞു 41 ദിവസവും ദീപാരാധന തൊഴുതാൽ ഈ അസുഖം മാറുമെന്ന് പറയുവാനിടയായി. അന്ന് ഞങ്ങളുടെ അച്ഛന് വിശ്വാസത്താൽ നിന്നതുകൊണ്ട്, ഹിന്ദു വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ ആ ക്ഷേത്രത്തിൽ പോയി 41 ദിവസം അവിടെ തന്നെ അന്തി ഉറങ്ങി. കാരണം പ്രഭാത യാമത്തിൽ എഴുന്നേറ്റ് ഈ ദീപാരാധന തൊഴണം. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ അവിടെ തന്നെ അന്തി ഉറങ്ങി. 41 ദിവസവും അവിടെ കിടന്നിട്ടും 41 അന്ന് കഴിഞ്ഞു, 42 എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നു. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഒരു സൗഖ്യം കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെയും ഞങ്ങളുടെ അച്ഛൻ്റെ വയറ് വീർത്ത് വരുന്നതല്ലാതെ മറ്റൊന്ന് ഞങ്ങൾക്ക് കാണുവാനോ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും എൻ്റെ 12ാമത്തെ വയസ്സിൽ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളുടെ ഭവനത്തിലെ കഷ്ടതകൾ തുടങ്ങി, ആരവം. അമ്മ പിന്നെ കൂലി വേലയ്ക്ക് പോകാൻ തുടങ്ങി. ഞങ്ങളെ 5 മക്കളെയും പോയിട്ട് പുലർത്തുവാൻ തുടങ്ങി. വീട്ടിൽ ഞങ്ങൾക്ക് സമാധാനമില്ല. എനിക്ക് തുടർന്ന് പഠിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞില്ല. 12ാമത്തെ വയസ്സിൽ ഞാൻ കൂലി വേലയ്ക്ക് അമ്മയോടൊപ്പം ഇറങ്ങുവാൻ തക്കോണം ഇടയായി. എന്നാൽ അന്നത്തെ വീട്ടിലെ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ പോയത്. പക്ഷെ അമ്മയുടെ ആ കഷ്ടപ്പാടുകൾ നിമിത്തമാണ് എന്നെ അമ്മയോട് വഴക്കുമെങ്കിലും എനിക്കും അത് സന്തോഷമായിരുന്നു. അമ്മയുടെ ഈ കുഞ്ഞുപ്രായത്തില് കൂലി വേലയ്ക്ക് ഇറങ്ങി അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ബന്ധുവായ അനിയനെ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവളെ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ ഈ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ കൊച്ചിച്ചൻ വന്നു ഞങ്ങളുടെ കുടുംബത്തെ അമ്മയായിട്ട് സഹകരിച്ചു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മുഴു മദ്യപാനിയായിരുന്നു. എപ്പോഴും നോക്കിയാലും ഞങ്ങളുടെ അമ്മയെ അടിയും ഉപദ്രവവും. അപ്പൊ നമുക്ക് വീട്ടിനകത്ത് സ്വസ്ഥതയില്ല. ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ തനിയെ പോയെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും കഷ്ടത ആയിരിക്കുന്ന സമയത്ത് പലരും പറഞ്ഞു, ഇത് നിങ്ങളുടെ ഈ വീട്ടിന്റെ ശാപദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ വന്നു ഭവിക്കുന്നത്. അങ്ങനെ ജോത്സ്യന്റെ അടുക്കൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കി പറഞ്ഞു,
നിങ്ങൾ പട്ടും ഹാരവും അതുപോലെ കരിക്കവും എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ കോഴി കൊണ്ടുകൊടുത്ത് അതിന്റെ രക്തം ഒഴിക്കണം, അവിടെ നേരണം എന്നൊക്കെ പറയുവാൻ തക്കുന്നുണ്ട്. എന്നാൽ മാസം തോറും എൻ്റെ മോളുടെ നാള് ആയില്ല നാളായതുകൊണ്ട് എല്ലാ മാസവും സർപ്പക്കാവില് എണ്ണയും പാലും കൊടുക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ ആയില്ലെന്നായാല് അത് നല്ലതെന്നാ പറയുന്നത്. കാരണം സർപ്പത്തിന്റെ ഇതാണ് ആയില്യം. അപ്പൊ ആ സമയങ്ങളിൽ ഞങ്ങൾ എല്ലാ മാസവും അവിടെ ഈ മോളെ പേരും പറഞ്ഞ് എണ്ണയും പാലും കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരു പൊട്ട് തൊടുവിച്ചാൽ പോലും അത് സർപ്പം വരഞ്ഞാണ് ആ പൊട്ട് ഇടിയിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഒരു ദിവസം എൻ്റെ സഹോദരൻ ഒരു കല്ലെടുത്ത് സർപ്പത്തെ കൊത്തി ഉണ്ടാക്കി വീട്ടിൽ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇത് ഒന്നിന് പുറകെ ഒന്നൊന്നായി വരുന്നുവെങ്കിലും ഈ കഷ്ടങ്ങൾ എന്തുകൊണ്ട് വരുന്നുവെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവില്ല. അങ്ങനെ ഇരിക്കെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു തിരുവനന്തപുരം ചെങ്കച്ചുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ദൈവദാസന് ദാസിയും, ആ ഭാഷയുടെ പേര് ദാസൻ എന്നാണ്, അദ്ദേഹം കടന്നു വന്ന് ഞങ്ങളോട് സുവിശേഷം പറയുവാനിടയായി. അന്ന് എനിക്ക് ഈ ബന്ധുക്കോസുകാരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇവര് ജോലി ചെയ്യാതെ നടക്കുന്നവരാണ്, ഭവനങ്ങൾ തോറും നടന്ന് ആഹാരം കഴിക്കുന്നവരാണ്. അങ്ങനെ ഈ ബന്ധുക്കോസുകാർ എനിക്ക് കൈയടിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ ദേഷ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദൈവദാസനും ഭാര്യയും ഞങ്ങൾ അടുത്ത വീട്ടിൽ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിലെ കതകടയ്ക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ എൻ്റെ മോളോട് പറയാം, അമ്മ ഇവിടെ ഇല്ലെന്ന് പറയണം, എന്നാൽ ഞാൻ വീട്ടിനകത്തിരിക്കും. ആ പാവപ്പെട്ട ദൈവദാസനും ദാസിയും വന്ന് മണിക്കൂറുകൾ എൻ്റെ മോളോട് സുവിശേഷം പറയും. പക്ഷെ ഞാൻ അകത്തിരിക്കുകയാണ്. അന്ന് ആ ദൈവദാസനും ദാസിയും ഒഴിച്ച കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം അത് കുറിച്ചിട്ടു. ദൈവവചനം പറയുന്നു, നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും. ആ ദൈവദാസന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾ അറിഞ്ഞില്ല. കാലങ്ങൾ കഴിഞ്ഞു പോയി, ബന്ധക്കോസുകാരെ ഇഷ്ടമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ അനുജത്തി 10ൽ തോറ്റ് എൻ്റെ സഹോദരൻ വഴക്ക് പറഞ്ഞ സമയത്ത് കയറി തൂങ്ങാൻ തക്കോണം ഇടയായി. അത് 15 വയസ്സിൽ എൻ്റെ അനിയത്തി മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ അനിയത്തി നെഞ്ചുവേദന വന്ന് പെട്ടെന്ന് മരണം. ആ വീട്ടില് മരണമല്ലാതെ ഒന്ന് മുന്നോട്ട് പോകുവാനോ ഒരു സമ്പാദിച്ചാൽ അത് നിലനിൽക്കുവാനോ ഞങ്ങൾ ദൈവവചനം പറയുന്ന പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ കാരണങ്ങൾ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ആരുമില്ല. സുവിശേഷം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലിയ അന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ തിരുവനന്തപുരം എയർപോർട്ട് ഭാഗത്ത് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഒരു വയസ്സായ ഒരു പ്രായമുള്ള പിതാവ് ഒരു ബേസ് ബോർഡില് വചനം എഴുതി ആ നടു റോട്ടിൽ നിന്ന് യേശു വരാറായി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ പോകുന്ന സമയത്തിന് വഴിക്ക് തോപ്പ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട്. അതുപോലെ അവിടെ അമ്മയും മകനും യേശു കർത്താവിനെ അമ്മ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്ന ഒരു രൂപം കുത്തിവെച്ചിട്ടുണ്ട്. എൻ്റെ സഹപാഠികളൊക്കെ അവിടെ പോകുമ്പോൾ അന്ന് എനിക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാളും യേശു എന്ന പേരിനാണ് എനിക്കിഷ്ടം. കാരണം എല്ലാവരും കടന്നു ചെന്ന് അതിനെ തൊട്ട് ഉമ്മ വെക്കുന്നു, അത് വെള്ളം കോരി തലയിൽ തൊടുന്നു. അപ്പൊ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ എല്ലാ വർഷം തോറും ഈ പള്ളിയില് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, എൻ്റെ അമ്മയും അച്ഛനെ അവിടെ ചേർക്കാം, വിവാഹം ഒന്നുകൂടെ നടത്തണം. അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഇനി എൻ്റെ മോക്ക് 12 വയസ്സായി, ഇനി എനിക്ക് എന്തോ കല്യാണം എന്ന് പറഞ്ഞ് അച്ഛൻ പോയില്ല. അതിനുശേഷമാണ് ഈ മരണങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അന്നും ഞാൻ യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നു. കാരണം ആ പേരിനോട് എനിക്ക് ഇഷ്ടമായിരുന്നു. അമ്പലങ്ങളിൽ പോയാൽ തന്നെയും ഈ അമ്പലത്തിന്റെ മുറ്റത്തെത്തുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കുഞ്ഞു പ്രായത്തിലെ. കാരണം അതിൽ കണ്ണു തള്ളിയും നഗ്നമായ ഉടുവസ്ത്രങ്ങളില്ലാതെ നിൽക്കുന്നു, പല്ലെല്ലാം തള്ളി, പിന്നെ കൈ ഓങ്ങി വാളുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നപ്പോ കണ്ണൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വായിക്കകത്ത് നിന്ന് 2 പല്ല് പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് പേടിയാണ്, എൻ്റെ സഹോദരങ്ങൾക്ക് പേടിയാണ്. അപ്പൊ അച്ഛൻ പറയും, അതൊക്കെ ദൈവങ്ങളാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും വരത്തില്ല. അങ്ങനെ വർഷം തോറും ശബരിമലയ്ക്ക് പോവുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ മണ്ണാർശാലയിൽ പോയി. കാരണം എൻ്റെ അച്ഛൻ മരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വിദേശത്തേക്ക് പോയി അതിൻ്റെ ഒരു നേർച്ചയുമായി മണ്ണാർശാലയിൽ പോയി. അവിടെ സ്വർണ്ണപ്പൊട്ടൊക്കെ കൊണ്ടു കൊടുത്തു.
നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു. എന്നാൽ അവിടെയും പോയിട്ട് ഞങ്ങൾക്ക് അന്ന് രാത്രി അവിടെ ചെന്നിറങ്ങുമ്പോൾ വലിയൊരു വിഗ്രഹത്തെ, ആ ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു സർപ്പത്തെ, ആ സർപ്പത്തെ കണ്ടാൽ നമുക്ക് ഭയാനകമായി തോന്നും. എനിക്ക് പേടി തോന്നി. കാരണം ആ ക്ഷേത്രത്തിൽ കയറും മുമ്പ് നമ്മൾ ഈ കുളത്തിലിറങ്ങി കുളിച്ചിട്ടേ അകത്തോട്ട് നനഞ്ഞ വസ്ത്രത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ക്ഷേത്രത്തിനകത്തെ കുളം ഭയങ്കര പച്ച കളർ ഇരുട്ടി കിടക്കും. എൻ്റെ ഉള്ളിനകത്ത് ഭയം, അയ്യോ ഇതിനകത്ത് പാമ്പുണ്ടോ എന്നുള്ള പേടി എനിക്കുണ്ട്. അപ്പൊ എൻ്റെ കൂടെ വന്ന് എൻ്റെ മാമൻ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല മക്കളെ, പോരി കുളിക്കാന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ കൊണ്ടുപോയ ഒരു ഗ്ലാസ് വെള്ളം കോരി എൻ്റെ മേലിലോട്ട് ഒഴിച്ച്, പേടി എനിക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ. ആ വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങള് ക്ഷേത്രത്തിനകത്തോട്ട് പോയത്. അപ്പോഴന്ന് അവിടെ ഈ സർപ്പങ്ങൾക്ക് പാല് കൊടുക്കുന്ന ദിവസമാണ്. അന്ന് ദേവി വരുന്നത് കണ്ട് പ്രസാദം വാങ്ങി പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാണണ്ട, നമ്മൾ വന്ന കാര്യം കഴിഞ്ഞ് പോകാം. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും കുടുംബത്തിനകത്തൊരു സ്വസ്ഥത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ സേവിച്ച ഊമ വിഗ്രഹങ്ങൾക്കോ ബിംബങ്ങൾക്കോ ഞങ്ങൾക്കൊരാശ്വാസം തരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജീവിതത്തില് ആ നന്മകൾ വരുന്നുണ്ട്, അതിന്റെ ഇരട്ടി നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ മരിച്ചു. ആ കാലങ്ങൾ കഴിഞ്ഞു. അമ്മ ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നുപോയി. അമ്മ വിദേശത്ത് പോയി. പിന്നെ ഞങ്ങള് വീണ്ടും സുവിശേഷം കേൾപ്പാൻ തക്കോണം ഇടയായി. വന്ന് പലരും പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വരണം, നിങ്ങൾ വന്ന് കാര്യങ്ങൾ സംസാരിക്കണം, ജീവിക്കുന്ന ഒരു ദൈവ യേശുവാണ്, യേശുവിന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, യേശുവിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടെന്ന് എന്താണ് തെളിവ്? നമുക്ക് കാരണം അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങള് വീട്ടിന് തൊട്ടടുത്ത് വേൾഡ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു സഭയിലേക്ക് ഞങ്ങൾ പോകാൻ തക്കണിടയായി. ആ സഭയിലല്ല അന്ന് പോയത്, അവിടേക്കാണ് ഞങ്ങളെ വിളിച്ചത്. മാറി ഞങ്ങൾ ചർച്ച ബോർഡില്, വലിയതുറ ചർച്ച ബോർഡിൽ പോയി ആദ്യമായിട്ട്. അന്നത്തെ മീറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി. അതൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാൽ വീണ്ടും വീണ്ടും എനിക്ക് പോകണമെന്നുള്ള ചിന്ത തോന്നി തുടങ്ങി. അങ്ങനെ ഇത് ഞങ്ങൾ ഒരു 6 മാസം ആ ചർച്ചില് പോയി പണ്ട് കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാതായി. കാരണം നമ്മുടെ മുറ്റത്ത് തന്നെ ബന്ധക്കോസുകാര്, വിശ്വാസികൾ എന്ന് പറയുന്നവർ ചർച്ചിൽ പോകുന്നുണ്ട്. വീട്ടില് പല വലിയ കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയി കാണുമ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ ഭർത്താവൊക്കെ എന്നെ വിലക്കും. ബന്ധക്കോസിൽ പോയിട്ട് ഇത്രയും അനുഭവങ്ങൾ കണ്ടിട്ട് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇതാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മടിയായി, പോകണ്ടെന്ന് തോന്നി. വീണ്ടും അമ്പലത്തിലേക്ക് പോകുവാൻ തുടങ്ങി. എൻ്റെ കയ്യില് അങ്ങനെ ഇരിക്കുന്ന എനിക്ക് വിട്ടുപോയൊരു വിഷയമാണ്. എൻ്റെ അച്ഛന് എയർപോർട്ടിൽ ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയങ്ങളിൽ അച്ഛൻ ചെറിയ ബോട്ടിൽ ബിയർ കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന് ഞങ്ങളോട് പറയും, നിങ്ങൾ കഴിക്കും മക്കളെ, ഇത് ശരീരത്തിന് നല്ലതാണെന്ന് പറയും. അന്ന് ബിയറൊക്കെ കുടിച്ചിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. ഞങ്ങളെ ഈ സ്വന്തം സ്ഥലം ഞങ്ങൾ വിറ്റു. കാരണം അവിടെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല. വീട്ടിൽ വന്ന് കയറുമ്പോൾ ശരീരം മൊത്തവും ചൊറിച്ചില്. കാരണം അവിടെ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണം, ഈ വീട് വിട്ട് ഓടിപ്പോകണം എന്നുള്ള ഒരു ചിന്ത കടന്നു വരുവാൻ തക്കോണം ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിസ്സാര വിലയ്ക്ക് ആ വീട് ഞങ്ങൾ വിറ്റ് ആ ദേശത്ത് നിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ വീട് കിടക്കാൻ പറ്റില്ല, ചൊറിച്ചില്. പിന്നത്തേലാണ് അത് കർത്താവിന്റെ കരമാണെന്നൊക്കെയും ദൈവം കണ്ട ഒരു വ്യക്തിയെ ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല. ദൈവം ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അടുക്കൽ വരാതെ പോകുകയില്ല. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പേ അതിനെ പിണ്ടാകാരമായിരിക്കുമ്പോൾ തന്നെ ദൈവ അഭിഷേകം ചെയ്യുന്നുവെന്ന് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞങ്ങൾ ആ ദേശം വിട്ട് കോട്ടൂർ എന്ന് പറയുന്ന ദേശത്തേക്ക് പോകാൻ തക്കോണം ഇടയായി. ഈ സ്ഥലം വിറ്റ കാശെല്ലാം അവിടെ കൊണ്ടുവന്ന് എൻ്റെ സഹോദരൻ കുഞ്ഞു പ്രായത്തിലെ ഗുണ്ടായുസത്തിന് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ സ്വസ്ഥതയില്ല. പോലീസ് എപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ വരുന്ന അവസ്ഥകൾ. കാരണം ദൈവം കണ്ട വ്യക്തിയെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് വരെയും ദൈവം അവനെ വട്ടം പിടിക്കും. അപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ വീണ്ടും ദൈവം ഞങ്ങൾ ആ ദേശത്ത് നിന്ന് ഓടിച്ചു കോട്ടൂര് കൊണ്ടുവന്നു. ഈ കാശ് കൊണ്ടുവന്നു എല്ലാം ചാരായം മാറ്റി. അവിടെ ഭയങ്കര ചാരായം മാറ്റാണ് ആ നാട്ടിലെ. അവിടത്തെ എല്ലാ കുഞ്ഞു കുട്ടി മുതൽ എല്ലാം കുടിക്കുന്ന പിള്ളേരാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് സങ്കടമാണ്. കാരണം ഞങ്ങൾ ആഹാരത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി. അതിനു മുമ്പ്
എൻ്റെ ഭർത്താവ് അറിയാതെയാണ് ഞങ്ങൾ ഈ സ്ഥലം വിറ്റത്. കാരണം ഞങ്ങളുടെ സ്ഥലമാണല്ലോ, എൻ്റെ സഹോദരന്റെ വാക്ക് നിമിത്തം ആ സ്ഥലം വിറ്റു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കോട്ടൂർ പോയി ഈ കാശ് മൊത്തം അവിടെ തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം ഇടയാക്കി. ആ പൈസ കൊണ്ടുവന്ന് ചാരായം പാറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ പറഞ്ഞു, ചേച്ചി നല്ല പട്ടച്ചാരായമാണ്, ഒന്ന് കുടിച്ചു നോക്ക്, കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ, അന്ന് ആ ചൂട് പട്ടച്ചാരായം എനിക്ക് ഒഴിച്ചു തന്നു. ഞാൻ തീ വിഴുങ്ങിയതുപോലെ ആയിപ്പോയി. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാനിത് കണ്ടിട്ടില്ല. എങ്കിലും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, അന്നൊരു ദിവസം ആ പട്ടച്ചാരായം കുടിച്ചു. പിന്നത്തേല് കയ്യില് ഒരു 500 ചരടും കാതില് 5 കാത് കുത്തി എല്ലാം ആഡംബര ജീവിതത്തില് ജീവിച്ചുവെങ്കിലും സ്വർഗത്തിലെ ദൈവം കടിഞ്ഞാണിട്ടാൽ നമുക്ക് അവന്റെ കരത്തിൽ നിന്ന് നമുക്ക് ചലിക്കുവാൻ കഴിയില്ല. കാരണം ദൈവം അദർശനായ ദൈവം, ഈ ജീവനുള്ള ദൈവത്തെ. അപ്പൊ ഒത്തിരി ദൈവദാസന്മാർ എൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കും. സഹോദരി വരണം, ആ കോട്ടൂര് പ്രദേശത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിന്റെ താഴ്വാരത്ത് കൂടെ പോയപ്പോ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാം, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴ് കഷ്ടത്തിലൂടെ ഒരു പിടി ആഹാരം പോലും ഇല്ലാത്ത സമയമാണ് ഞങ്ങള്. ആ മലയിൽ പോയി, ആ വനത്തിൽ പോയി, നമുക്ക് ഈ സിറ്റി കിടന്ന് അവിടെ പോയി നമുക്കൊരു ജോലി ചെയ്യാൻ അറിയത്തില്ല, റബ്ബർ കാടാണ്. എന്നിട്ടും അവിടെ ചെന്നു ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ആ ദൈവദാസൻ അന്ന് പകൽക്കാലം എൻ്റെ വീട്ടിലോട്ട് കയറി വന്നിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കനോടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാനൊരു വെളിപ്പാട് കാണുന്നു. അന്ന് അന്യഭാഷയിൽ ആരാധിച്ചിട്ട് ആ ദൈവദാസൻ അത് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ഞാൻ സിസ്റ്ററെ മോളെയും കുറിച്ച് ഒരു വെളിപ്പാട് കാണുന്നു. ദൈവത്തിന്റെ വേലയ്ക്കായി ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിലൂടെ അടുത്തു ചെല്ലുക എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആ ദൈവദാസൻ പോകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ ദൈവദാസന് ഒന്ന് കൊടുക്കുവാൻ പോലും ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. ഒത്തിരി കഷ്ടങ്ങളിലൂടെ പട്ടിണികൾ അനുഭവിച്ച നാളുകൾ ക്രിസ്തുവിൽ വന്നിട്ടാണ് ഇത്രയും കഷ്ടം ഞങ്ങളെ പഠിപ്പിച്ചത്. ആഹാരത്തിനായി ഭാരപ്പെട്ടു, വസ്ത്രത്തിനായി ഭാരപ്പെട്ടു. ആമേൻ, സ്തോത്രം. പഴയത് തരുമ്പോൾ നിഷേധിക്കാതെ കൈനീട്ടി വാങ്ങിച്ചു. പല സ്ഥലങ്ങളിൽ ദൈവം വെളിപ്പാട് തന്ന് അയച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് വിശ്വസ്തനായി. ആമേൻ. എൻ്റെ ഭർത്താവ് മരിക്കുന്നുണ്ട്. 2004 സുനാമിയുടെ അന്ന് രാത്രി അന്ന് പകല് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ 5 പേർ സ്നാനപ്പെടുവാൻ ദൈവം ഭാഗ്യം ചെയ്തു ഞങ്ങൾക്ക്. എൻ്റെ ഭർത്താവ് സ്നാനം ഏൽക്കയില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മൂക്കിലെ മൂക്കുത്തി ഊരത്തില്ല, ബാക്കിയെല്ലാം ഊരിത്തരാം. പക്ഷെ സമയമായപ്പോൾ എൻ്റെ അമ്മ തനിയെ ആ മൂക്കുത്തി ഊരി. ഞാന് 5 കാത് കുത്തി ആഭരണം ഉണ്ടായിരുന്നു, അതെല്ലാം അന്ന് ചർച്ചിൽ വെച്ച് ദേവദാസൻ എഗസ്കേൽ പ്രവാചകത്തിൽ പറഞ്ഞു, ഇതൊക്കെ ഇന്ന് നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്യും, നാളെ ഇത് തെരുവീതിയിൽ ഉപേക്ഷിക്കപ്പെടും, ഇത് മലമായി തീരുമെന്ന് പറഞ്ഞ ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചർച്ചിനകത്ത് വെച്ച് എൻ്റെ ആഭരണങ്ങളൊക്കെ ഞാൻ ഊരുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ കുഞ്ഞുങ്ങളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ വന്നപ്പോ എൻ്റെ അനിയത്തി ആഭരണങ്ങൾ ഊരി, എൻ്റെ മകളും ഊരി. എൻ്റെ അമ്മ മൂക്കുത്തി ഊരൂല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവ്, അനിയത്തി, അമ്മ ഞങ്ങള് സ്നാനപ്പെട്ട് കയറി വരുമ്പോ എൻ്റെ ഭർത്താവ് പറഞ്ഞു, പാസ്റ്ററെ എന്നെ കൂടെ ഒന്ന് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞു, കാതറുത്തു കഴുത്തറുത്തു നടക്കുന്ന നിന്നെയും കൊണ്ട് ഒരു സ്ഥലത്ത് ഞാൻ പോകത്തില്ല, അത് ഊരി കയ്യിൽ വെച്ചോ പേഴ്സിൽ വെച്ചോ, പുറത്തോട്ട് പോകുമ്പോ എടുത്തിട്ടോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കളഞ്ഞത് കളഞ്ഞു തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് 5 പേർക്ക് സ്നാനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് BP തലയ്ക്ക് പിടിച്ചു, ബ്ലഡ് കോട്ടായി മരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഞാൻ വിദേശത്ത് പോയി. വിദേശത്ത് പോയി ഒത്തിരി സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു. അമ്മ വിദേശത്തായിരുന്നു, ഭർത്താവ് വിദേശത്തായിരുന്നു. പക്ഷെ ഒന്നും നിലനിൽക്കാത്ത അനുഭവങ്ങൾ. ക്രിസ്തുവിൽ വരാതെ ഒന്നും നമുക്ക് നേടുവാൻ കഴിയില്ല. ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ദൈവം തരും. ക്രിസ്തുവില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ശൂന്യത. അത് എന്നെ വ്യക്തമായി ദൈവം പഠിപ്പിച്ചു. ആഭരണങ്ങൾ മാറ്റി പിന്നെ ദൈവത്തോട് പിന്നെ ഞാൻ ആ കോട്ടൂരിന്റെ ഭാഗത്തിരിക്കുമ്പോൾ സ്നാനപ്പെടുന്നപ്പോൾ ഞാനിങ്ങനെ 3 പ്രാവശ്യം ഒരു സ്വപ്നം, ഒരു ദർശനം പകൽ സമയത്ത് കാണുവാൻ തക്കവണ്ണം എനിക്കന്ന് അതിന്റെ പൊരുൾ അറിയില്ല. ഞാന് ഇങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു പുരോഹിതൻ നിൽപ്പുണ്ട്. ആ പുരോഹിതന്റെ കയ്യിൽ ഒരു വടി ഇരിപ്പുണ്ട്. ഒരു സ്ത്രീ ഭൂതം ബാധിച്ച് നിലവിളിക്കുന്ന ഒരു അനുഭവം ഞാൻ കാണുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ 3 പ്രാവശ്യം
എനിക്ക് പരിശുദ്ധാത്മാവ് ആ കാഴ്ച എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ ഈ പുരോഹിതൻ എന്റെ കയ്യിലോട്ട് വടി തന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീയുടെ മേൽ ഈ വടി കൊണ്ട് അടിക്കാൻ പറയുന്നു. ഞാൻ ഈ വടിയെടുത്ത് അടിക്കുമ്പോൾ ആ സ്ത്രീയിൽ നിന്ന് ഭൂതം അലറി മാറുന്നതായി എനിക്ക് കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കി. അന്നത് എനിക്ക് അതിന്റെ അർത്ഥമോ പൊരുളോ അറിയില്ല. പക്ഷെ സ്വപ്നം നിമിത്തം എന്റെ ഹൃദയത്തിന് വളരെ എന്താണ് പറയേണ്ടത്, വളരെ ഭാരമാണ്, പ്രയാസമാണ്, അതൊന്നും എനിക്കറിയത്തില്ല. ഒരു വെപ്രാളം പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. പ്രൈസ് ലോർഡ്, സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞു 3 പ്രാവശ്യം എന്നെ കാണിച്ചു. രണ്ടാമത് കാണിച്ചു സമുദ്രതീരത്ത് ഒരു വലിയ ഭവനം പണിതിട്ടിരിക്കുകയാണ്. ആ ഭവനം പണിതുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രായമുള്ള ഒരു താടി വെച്ചൊരു അപ്പച്ചനാണ്. നമ്മൾ പല ഫോട്ടോയിലൊക്കെ കാണുന്നത് പോലെ യേശുവിന്റെ രൂപമുള്ള ഒരു മനുഷ്യൻ ഈ വീട് പണിയുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ വീട് നിനക്ക് വേണമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കും ഇങ്ങനെയാണ്, കർത്താവേ, ഇത് വീട് ആർക്കാണെന്ന് പറഞ്ഞു. ഈ വീട് നിനക്കാണ്. അപ്പൊ ഞാൻ സന്തോഷിക്കണം, കാരണം എനിക്ക് വീടില്ലല്ലോ, മാറി മാറി വീട് വാടക വീടാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ അപ്പച്ചൻ പറഞ്ഞു, കയറി മുന്നോട്ട് വരിക, ഇത് നിനക്കുള്ള ഭവനം. അങ്ങനെ ഞാൻ അന്ന് ആ സ്വപ്നം കണ്ടു. വീണ്ടും ഞാൻ കിടക്കുന്ന സമയത്ത് രാത്രി 2 മണിയാവുമ്പോഴത്തേക്ക് ഞാൻ എന്നും സ്നാനപ്പെടുന്നുമ്പോഴുള്ള കാര്യമാണിത്. അങ്ങനെ 2006 4 സ്നാനപ്പെട്ടു. ഒരു ദേവദാസി വിദേശത്ത് വന്ന അമേരിക്കയിൽ നിന്ന് ഒരു മദാമ ദേവദാസി എന്നോട് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കാനായി കടന്നുപോയി, ഞാനും കടന്നുപോയി. അവരവരുടെ മക്കൾക്ക് വേണ്ടി, വീടിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അങ്ങനെ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണാത്ത ദൈവത്തെ ആരാധിച്ചെങ്കിൽ ഞാൻ കാണുന്ന ദൈവത്തെ എനിക്ക് അറിയണം. യേശു ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. അപ്പൊ ഞാൻ ആ ദേവദാസിയോട് സംസാരിച്ചപ്പോൾ ആ ദേവദാസി പറഞ്ഞു, വീട്ടിലിരിക്കുമ്പോൾ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. അപ്പോ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞു, 1.5 വർഷമായി. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നില്ല. എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ എനിക്ക് പല പല സ്വപ്നങ്ങൾ തരുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പ്രാവശ്യം എന്നെ സമുദ്ര തീരത്ത് കൊണ്ടുചെന്ന്, കടൽ തീരത്തൂടെ ഞാൻ ഒറ്റയ്ക്ക് കടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ കരയില് ഉണക്കമീന് വിൽക്കുന്നതായി കാണുവാനിടയായി. അപ്പൊ സമുദ്ര തീരത്തൂടെ ഞാൻ കടന്നു പോകുമ്പോൾ 3 അയില മീൻ മുന്നോട്ട് കടലിൽ നിന്ന് ചാടി പുറപ്പെട്ട് കരയിലോട്ട് വന്നു. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഈ 3 മത്സ്യത്തെ ഞാൻ ജീവനോടെ പിടിച്ചെടുത്ത് ഈ മത്സ്യം വിൽക്കുന്ന ആ സഹോദരിയുടെ ഉണക്കമീനിരിക്കുന്ന കുട്ടയിലേക്ക് ഞാൻ ഇത് കൊണ്ടു ചെന്ന് ഇടുവാൻ തക്കണിടയായി. ഇട്ടിട്ട് ഞാൻ മുന്നോട്ട് നടന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടയിലിരുന്ന എല്ലാ ഉണക്കമീനുകളും തുള്ളിച്ചാടുന്നതായിട്ട് എനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് സ്തോത്രം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അന്ന് എനിക്ക് ആ കാഴ്ച കണ്ടിട്ട് ഒത്തിരി ഭയവും സങ്കടവും തോന്നി. ദൈവം ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്താണ്, ആർക്കും മെരുങ്ങാതെ, ആരും പറഞ്ഞാൽ അനുസരിക്കാതെ, കുടുംബ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ, ഒത്തിരി കഷ്ടങ്ങളും ദുരിതങ്ങളും, ഇതിൻ്റെ ഇടയ്ക്ക് വാടക ഭവനങ്ങൾ പലതും മാറി വന്നു. ക്രിസ്ത്യൻ ബന്ധക്കോസുകാരായതുകൊണ്ട് ഭവനം തരില്ല. അതിനകത്ത് വേവിച്ച ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കാതെ വീട്ടുകാർ ഇറങ്ങി കൊടുക്കേണ്ടതായ അവസ്ഥകൾ വന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ കൈ പിടിച്ച് ആ വനത്തിൽ നിന്ന് എന്റെ മകളെയും ഒരു ചരുവത്തിനകത്ത് 2-3 പാത്രം എടുത്തു വെച്ച് ഞങ്ങൾ ഇറങ്ങേണ്ട അവസ്ഥകൾ വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കഷ്ടതയിലൂടെ പോകണമെന്ന് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. ദൈവം കഷ്ടത എന്തെന്ന് എന്നെ പഠിപ്പിച്ചു. ആർക്കും മെരുങ്ങാതെ അന്നു കിട്ടുന്നതിനെ ദൂർത്തടിച്ച് ജീവിച്ച എന്റെ ജീവിതത്തില് കർത്താവായ യേശുവിന്റെ സ്നേഹം എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എന്നെ ആൾ മാറിയവനാക്കി തീർത്തു. എന്റെ സഹോദരങ്ങൾ പറഞ്ഞു, ഇവൾക്ക് മാത്രം എന്താ ഇത്ര തുള്ളല്, ഇവൾക്ക് മാത്രം എന്താ ഇത്ര ചാട്ടല്, എന്താ ഈ പറയുന്ന ഭാഷ. എന്റെ സഹോദരൻ ചോദിച്ചു, നിനക്ക് സ്വർഗത്തിൽ നിന്ന് നൂലില് വീട് ദൈവം കെട്ടിയിറക്കി തരും. ഞാൻ പറഞ്ഞു, ജീവനോടെ ഇരുന്നാൽ നീ അത് കാണും എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ സഹോദരൻ മരിക്കുന്നതിന് 6 വർഷങ്ങൾക്കും പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപ്പാട് തന്നിരുന്നു. എന്റെ സഹോദരൻ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നതായി. പലപ്പോഴും ഞാൻ 21, 7, 3 ഒക്കെ ഉപവസിച്ച്, പക്ഷെ മടങ്ങി മാനസാന്തരപ്പെട്ടു ചർച്ചിൽ വന്ന് പിന്നെയും പിന്മാറ്റത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവ് അയക്കുന്നിടങ്ങളിൽ ഇന്ന് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു. ഇതിനിടയ്ക്ക് കഷ്ടങ്ങൾ ഒത്തിരി കടന്നുപോയി, പ്രയാസങ്ങൾ കടന്നുപോയി, പല നിന്ദകൾ അനുഭവിക്കേണ്ടി വന്നു, ചെയ്യാത്ത കുറ്റത്തിന് പരിഹാസം ഏൽക്കേണ്ടി വന്നു. അവിടെയെല്ലാം കരച്ചിലല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് രാത്രിയുടെ യാമങ്ങളില് അങ്ങനെ ഇരിക്കെ 2006
ഒരു പകൽ 3:45 സമയത്ത് ഞാൻ ഇന്ന് ഓർക്കുന്നു, 2006 ജനുവരി മാസം 3:45 മണിക്ക് ഇരമ്യാ പ്രവാചക പുസ്തകം 1-ാം അധ്യായം വായിച്ചു. അതിന്റെ 7-ാം വാക്യത്തിലെത്തിയപ്പോൾ ഇങ്ങനെ പറയുന്നു: നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്രയും വായിച്ചതേ ഉള്ളൂ, എന്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ വരുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരും ഭവനത്തിലില്ല. ഞാൻ വാ പൊട്ടി കരയുവാൻ തുടങ്ങി. ഞാൻ എന്തിനാണ് കരയുന്നത് എനിക്കറിയില്ല. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു മാംസപിണ്ഡമായപ്പോൾ ഈ യേശു കർത്താവ് എന്നെ അറിഞ്ഞെങ്കിൽ ഞാൻ സേവിച്ച ദൈവങ്ങളെ എന്തിനായിരുന്നു സേവിച്ചത്? എന്തിനായിരുന്നു അവർക്ക് നേർച്ച കാഴ്ചകൾ കൊടുത്തത്? സംസാരിപ്പാൻ കഴിയാത്ത, അവയെ കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത മ്ലേച്ഛകരമായ വിഗ്രഹങ്ങളെ സേവിച്ച ഇടത്ത് നിന്ന് കർത്താവ് യേശു പറയുന്നു, ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് അത് വായിച്ച് ഞാൻ ഭയങ്കരമായി കരഞ്ഞു. എന്തെന്നില്ല, ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ കരഞ്ഞിട്ടില്ല. കരഞ്ഞ് ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിന് അസുഖം വന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നെ അതിലേക്ക് വരും. അങ്ങനെ ഇരിക്കുന്ന 2006 ഈ ജനുവരി മാസം 3:45 മണിക്ക് ഞാൻ ആ കാഴ്ച കണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്നൊരു മയക്കം പോലെ തോന്നി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് തീഗോളങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതായി ഞാൻ കാണുവാൻ തക്കവണ്ണം ഇടയായി. ഈ പതിക്കുന്ന കൂട്ടത്തില് എന്റെ വേലയെ കുറിച്ച് അവിടെ കാണിക്കുവാൻ തക്കവണ്ണം തീരദേശങ്ങളില് RC-കാരുടെ ഇടയില് ദൈവവേല ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. അതോടൊപ്പം ഈ തീഗോളം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഒരു ബാലൻ, ഒരു 10, 17, 20 വയസ്സിനകത്ത് വരും ഒരു ബാലൻ മുന്നോട്ട് വന്ന് എന്റെ കയ്യിൽ ഒരു മൈക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് സാക്ഷീകരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പരിചയമില്ല ഈ പയ്യൻ. അപ്പൊ പറയുന്നു, ഇത് രമ്യാവാണ് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഈ മൈക്ക് വാങ്ങിച്ച് ഞാനിത് പറയാൻ താല്പര്യപ്പെടാതിരുന്നെങ്കിൽ എന്റെ വായിൽ നിന്ന് വന്നത് കൊണ്ടാണ് കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. സ്തോത്രം, രക്തം ചെയ്യാം. അപ്പോ ഞാനിങ്ങനെ ആ മൈക്ക് വാങ്ങിച്ചിട്ട് കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു ഗ്രൗണ്ടാണ്. ഞാൻ കണ്ടിട്ടില്ല ഭൂമുഖത്ത് അങ്ങനെ. ആ ഒരു സ്റ്റേഡിയത്തിനകത്ത് ഒത്തിരി ജനം, ഒരു മണ്ണ് വാരിയിട്ടാൽ അത് താഴെ പോകത്തില്ല, അത്രയും ജനം അതിനകത്തിരിപ്പുണ്ട്. പക്ഷേ എന്നോട് ഈ മൈക്ക് തന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ 2 വാക്കേ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോറി ടു ഗാഡ്. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ആകാശത്ത് നിന്ന് തീ പലരുടെ മേലും പതിക്കുന്നതായി ഞാൻ കാണുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. അതിൽ അവസാനം വന്ന ഒരു തീ എന്റെ മേൽ വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത്രയും കണ്ട് ആ ദർശനം അവിടെ സ്റ്റോപ്പായി. പെട്ടെന്ന് ഞാൻ അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഇതെന്താ കണ്ടത്? തീ എന്താണ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പിറ്റേന്ന് ഞായറാഴ്ച ഞാൻ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ഞാൻ അന്യഭാഷയിൽ പാടുവാൻ തുടങ്ങി, അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി, ദൈവദാസൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. കാരണം ഞാൻ ഇന്ന് വരെ ഭാഷ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചേച്ചിയോട്, എന്റെ അടുത്തിരുന്ന ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്താണ് എന്റെ വായിൽ ഇങ്ങനത്തെ ഭാഷകളൊക്കെ വരുന്നു? ഒന്ന് നീ മടിക്കണ്ട, നീ വായി തരുന്ന അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശക്തമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. അപ്പൊ ഈ 2 ഭാഷ ബാബ ഇങ്ങനെ, അത് ഞാൻ ഇന്നും അത് എഴുതിയിട്ടിട്ടുണ്ട്. എനിക്കത് അറിയില്ല, എഴുതിയിടണോ വേണ്ടേ എന്നുള്ളത് അറിയില്ല. പക്ഷെ അന്നത് ദൈവം തന്നത് കൊണ്ട് ഞാൻ ഈ 2 ഭാഷ എഴുതിയിട്ടു. അന്ന് ഞായറാഴ്ച പിറ്റേന്ന് ഞാൻ പോയി സഭയില് അന്യഭാഷയിൽ ആരാധിച്ചു. അതിന്റെ 3-ാം ദിവസം ചൊവ്വാഴ്ച എന്റെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷം. സ്നാനപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചു. എന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെക്കണം. അന്ന് പകൽക്കാലം ദേവദാസനോട് ഒരു കുടുംബം വിളിച്ചു ചോദിച്ചു, ദേവദാസന് ഇന്ന് പ്രെയർ ഉണ്ടോ? അപ്പൊ പാസ്റ്റർ പറഞ്ഞില്ല, നമ്മുടെ ഒരു സഹോദരിയുടെ വീട്ടിലൊരു പ്രെയർ ഉണ്ട്, നിങ്ങൾ അവിടേക്ക് വരാൻ പറഞ്ഞു. അതൊരു സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവരൊക്കെ വരുന്നുണ്ട്, നല്ല ഫുഡൊക്കെ ക്രമീകരിച്ചു. മുറ്റത്ത് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരി പിടിച്ചുകൊണ്ട് ഈ കാമ്പൗണ്ട് ഗേറ്റിന്റെ ആ വാതിൽ കടന്നത് ആ സഹോദരി എന്നെ നോക്കിയിട്ട് അലറാൻ തുടങ്ങി. അപ്പൊ ഞാനും പെട്ടെന്ന് പേടിച്ചുപോയി. എന്താണ്, നമുക്കൊരു പരിചയമില്ല, എന്നെ ആദ്യമായിട്ട് കാണുകയാണ്, ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ കൂടെ വന്ന സഹോദരി ബാക്കിലോട്ട് എന്നെ തലയെ കാണിച്ച് ചുറ്റിയിട്ട് പറഞ്ഞ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങ് സൈലന്റ്, കാരണം സുഖമില്ലാത്ത ആളാണല്ലോ.
അവർ വന്നിട്ട് ഒരു വിധത്തിൽ ചേറിലിരിക്കില്ല, എൻ്റെ അടുത്ത് സംസാരിക്കില്ല. എന്നെ നോക്കുമ്പോൾ അവരെന്നെ പറയുന്നു, ഇവളെ എനിക്ക് കാണണ്ട, ഇവളെ എനിക്ക് കാണണ്ട, എനിക്ക് ഇവളെ കാണണ്ട, എന്നെ വിട്, എൻ്റെ വീട്ടിൽ പോകാൻ അനുവദിക്കുക, ഈ വീട്ടിൽ എനിക്ക് എന്തിനാ കൊണ്ടുവന്നേന്ന് ഈ സഹോദരി പിച്ചും പേയും പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ദേവദാസൻ അല്പം ലേറ്റാവും എന്ന് പറഞ്ഞ് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ ആന്റിയുടെ മോളൊരു പ്രവാചകിയാണ്. ഞങ്ങളുടെ വീട്ടില് ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവദാസൻ കടന്നു വരികയും ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സഹോദരി അലറാൻ തുടങ്ങി. ഞങ്ങൾ ഇരിക്കുന്ന ഇതിന്റെ നടുക്കോട്ട് അലറി വന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ തലയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് സർപ്പം നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് ചുറ്റി 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 ഇങ്ങനെ ഞങ്ങളുടെ മധ്യത്തിൽ ആടാൻ തുടങ്ങി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, കുഞ്ഞുങ്ങളാരും കണ്ണ് തുറക്കരുത്, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ഇതിനകത്ത് വെളിപ്പെടും. നമുക്കും അറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ ആന്റിയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ശക്തിയോടെ വന്നിട്ട് ആ സഹോദരിയെ എൻ്റെ കരത്താൽ ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിൽ ചൂരൽ കൊണ്ട് അടിക്കുന്നതായി ഞാൻ കണ്ടതുപോലെ അതേ ദർശനം 3 അടി ഈ സഹോദരിയുടെ മേൽ അടിച്ചത് എൻ്റെ മുമ്പിൽ വന്നത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് 3 അടി അടിച്ചത് അവര് അലറി വിളിച്ച് അവിടെ പെട്ടെന്ന് അങ്ങ് വീഴുവാൻ തക്കൊണ്ടാണ്. അയ്യോ, എൻ്റെ മേൽ തീ ഇറങ്ങുന്നേ എന്ന് വിളിച്ചു. അപ്പോ പരിശുദ്ധാത്മാവ് അന്ന് എന്നിലൂടെ ആ സഹോദരിയുടെ ഭൂതത്തെ വിട്ടുപോകാൻ തക്കൊണ്ട് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം മഹത്വം കൊടുക്കട്ടെ. അന്ന് എൻ്റെ ആന്റിയുടെ മോള് പ്രവചിച്ചു, കർത്താവ് ഇതിന്റെ കൂടെയുണ്ട്, നിന്നെ എത്രത്തോളം പരസ്യമാക്കി ദൈവം മനുഷ്യർ നിർത്തിയോ അതിന്റെ മധ്യത്തിൽ ഞാൻ നിന്നെ നിർത്തും. അനേകരുടെ ഭൂതങ്ങളെ ഒഴിപ്പിപ്പാൻ, അനേകരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, അനേകരുടെ ശാപങ്ങളെ അഴിക്കുവാൻ, അനേക മന്ത്രവാദത്തെ കെട്ടുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കുപ്പയിൽ കിടന്ന എന്നെ, നാശകരമായി കുഴിയിൽ കിടന്ന എന്നെ, ഒരു യോഗ്യതയും പറയുവാനില്ലാത്ത എന്നെ ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും വെറുക്കപ്പെട്ടവളായി കാണുമ്പോഴും ഞാൻ ചിന്തിക്കും, ദൈവമേ നീ എന്നോട് കൂടെ ഇരുന്ന് എന്നെ ആശ്വസിപ്പിക്കണമേ. ഞാൻ പലപ്പോഴും രാത്രിയാമങ്ങളില് അന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞു പിറ്റേന്ന് സ്തോത്രം പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. ഈ അഭിഷേകം എൻ്റെ മേൽ വീണപ്പോൾ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ ചരട് കെട്ടിയവരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ ആ പരിശുദ്ധാത്മാവ് അന്യഭാഷയില് എഴുന്നേൽക്കുവാൻ തുടങ്ങും. വിഗ്രഹങ്ങളെ കണ്ടാൽ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കുവാൻ തുടങ്ങും. സ്തോത്രം. വീട്ടില് ഇരുന്ന് രാത്രി കാലങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ ഇരുട്ടിന്റെ, അതായത് ഒരു മതിലിനപ്പുറത്ത് ഇരുട്ടാണ് എങ്കിൽ ആ ഇരുട്ടിൽ നിന്ന് പിശാച് എന്നോട് സംസാരിക്കുവാൻ തക്കണം തുടങ്ങി. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറയും, സന്ധ്യ കഴിഞ്ഞ് നിങ്ങൾ ആരും പുറത്തിറങ്ങരുത്. എന്നാൽ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഇതുപോലെ ഉപവാസ പ്രാർത്ഥനയില് ഒരു ദേവദാസം പറഞ്ഞു, ഉള്ളിനകത്ത് ഒരു വിഗ്രഹാർപ്പിത ശക്തി കിടപ്പുണ്ട്, അത് പ്രാർത്ഥിച്ച് അതിനെ മാറ്റണം. അന്ന് രാത്രികാലം എൻ്റെ അനിയത്തിയെ സ്തോത്രം ഞാൻ പറയട്ടെ, രാത്രികാലം ഷർത്തല് തുടങ്ങി. വെളിയിൽ വന്നു. എൻ്റെ അമ്മ സഹോദരങ്ങളെല്ലാം അകത്ത്. ഞാൻ പറഞ്ഞു, ആരും പുറത്തു വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. പിന്നെ എനിക്ക് ധൈര്യമുണ്ടായി. എനിക്ക് ഭയമുണ്ടായിരുന്നിടത്ത് ധൈര്യമുണ്ടായി. കർത്താവ് യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്ര. ഹല്ലേലൂയ. എൻ്റെ അനിയത്തിയുടെ തലയിൽ കൈവച്ച് അന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ കിടന്ന ആ വിഗ്രഹാർപ്പിത ശക്തിയെ ശക്തമായി പൈതന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും രാത്രി കാലങ്ങളിൽ പിശാചി എഴുന്നേറ്റ് വന്ന് എന്നോട് മല്ലുപിടിക്കുവാൻ തക്കവണ്ണം കടന്നു വരും. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. രാത്രികാലങ്ങളിൽ എൻ്റെ ദേവദാസന്മാരെ വിളിച്ചാൽ എനിക്ക് കിട്ടില്ല. ചിലപ്പോൾ അവരെ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വേലി കെട്ടി സൂക്ഷിച്ചു പ്രാർത്ഥിച്ചു. ദൈവവചനം പറയുന്നു, എൻ്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ സൂക്ഷിച്ചതാണെന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഉത്തമഗീതത്തിൽ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭവനത്തിന് വേണ്ടി വേലി കെട്ടി സൂക്ഷിച്ച്
അനുഭവിച്ച് അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് ഉറക്കം തരരുത്. ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യമാണ്, എനിക്ക് ഉറക്കം തരും. കാരണം എനിക്ക് പ്രാർത്ഥിക്കണം. കാരണം ഒത്തിരി ജീവിതങ്ങൾ നാശത്തിലേക്ക്, പോലീസ് കേസ് വിഷയങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച സമാധാനക്കേട്, സമാധാനമില്ലാതെ അലിഞ്ഞ നാളുകൾ, പോലീസ് ഞങ്ങളുടെ ഭവനങ്ങൾ വന്നു, പിന്നെ ഗുണ്ടായുസം മാറി, പിന്നെ പിടിച്ചുപറിക്കാരനായി. അപ്പോ അതിന്റെ ഭവിഷ്യത്തുകള് ഞങ്ങളും അനുഭവിച്ചു. കാരണം അതിന്റെ പഴികള്, നിന്ദകള്, ഞങ്ങൾ കടന്നു പോകുമ്പോൾ അനുഭവിച്ച വേദനകള് അതൊന്നും പറഞ്ഞു തീരാത്ത, സ്തോത്രം, പറഞ്ഞു തീരാത്ത കാര്യങ്ങളാണ്. കാരണം അത്രയേറെ ഞങ്ങൾ അനുഭവിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ അനുജത്തി ഞാനും ഉണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭർത്താവ് 2007 പെട്ടെന്ന് BP കൂടി മരിക്കുവാൻ തക്കോണയിടയായി. ഞങ്ങളുടെ ജീവിതത്തില് പിന്നെയും കഷ്ടത വർദ്ധിച്ചു. എല്ലാവരും ചോദിച്ചു, എന്താ സഹോദരി നിങ്ങൾ പാട്ടും തുള്ളലും ഡാൻസ് കളിയും അഭിഷേകമൊക്കെ ഉള്ള ആളല്ലേ, എന്തുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനെ പറഞ്ഞു? ഭർത്താവ് മരിച്ചു 1.5 മാസം കഴിഞ്ഞപ്പോ അമ്മ മരിച്ചപ്പോ എല്ലാരും പറഞ്ഞു, ശാപം പിടിച്ച കുടുംബം. സ്തോത്ര, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ വന്ന് എന്നോട് പറഞ്ഞു, 2-3 എണ്ണത്തിനെ നീ യേശുവിനെന്ന് പറഞ്ഞു പോയി കൊന്നു. ഇനി ഈ 2 കുഞ്ഞുങ്ങളെ കൂടെ കൊല്ലാനാണോ നീ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അന്ന് ഞാൻ മറുപടി പറഞ്ഞില്ല. എന്റെ അനുജത്തി പറഞ്ഞു, ചത്താലും ജീവിച്ചാലും ഈ കർത്താവിനെ വിട്ട് ഞങ്ങൾ എങ്ങും പോകുന്നില്ല. ഞങ്ങളെ മടക്കി കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു, പക്ഷേ സർവശക്തൻ ഞങ്ങളെ നിർത്തി. സ്തോത്ര, ഹല്ലേലൂയ. രാത്രി കാലങ്ങളില് എഴുന്നേറ്റ് വന്ന് വരുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയും, എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്ക്. രാത്രികാലം കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, എനിക്കൊരു നല്ല സ്വഭാവം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. സ്തോത്ര, ഹല്ലേലൂയ. രാത്രി ഞാൻ സന്ധ്യയാകുമ്പോൾ കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ടിരിക്കും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ ചോദിക്കും, എന്തായിരുന്നു സന്ധ്യയാകുമ്പോഴേ കുളിച്ചൊരുങ്ങിയിരിക്കണം? ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് വരും. രാത്രി കാലങ്ങളിൽ ഞാൻ ഒന്നേ ചോദിച്ചോളൂ എന്റെ കർത്താവിനോട്, അപ്പാ എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയില്ല, എന്റെ അപ്പനും അമ്മയും. എന്റെ 12 വയസ്സിൽ എന്റെ അച്ഛൻ മരിച്ചതാണ്. അപ്പന്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. ജീവനുള്ള ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നു. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ടതാണ് ഇത്രയും 2 കൈ ഇങ്ങോട്ടില്ല, ഞാൻ കിടക്കുന്നു, എന്റെ മേൽ ഇറങ്ങി വന്നു. 2 കൈയും തീയായിട്ട് കാണുവാൻ തക്കണ ഇടയായി. സ്തോത്രം. 2 കരം വന്നെ കുഞ്ഞിനെ എടുക്കുന്നത് പോലെ എന്നെ എടുത്ത് താലോലിക്കുന്ന അനുഭവം എനിക്ക് കാണുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. രാത്രി കാലങ്ങളിൽ ദൈവം വന്ന് ചില പാട്ടുകൾ തരുവാനിടയായി. ആ പാട്ടിനൊത്ത ഡാൻസ് കളിപ്പാനിടയായി. ഇന്നുവരെയും കർത്താവിന്റെ മുഖം വ്യക്തമായിട്ടില്ല. പക്ഷേ എന്നെ ഒരു വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി 1.5-2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലെ എന്റെ ദൈവം എനിക്ക് പാട്ടുകൾ പാടി എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന അനുഭവങ്ങളെ എനിക്ക് കാണുവാൻ തക്കവണേ. രാത്രികാലങ്ങള് അന്ന് സ്തോത്രം, ഞാൻ കൂടുതലും വായിക്കുന്നത് യെഹെസ്കേൽ പ്രവാചക പുസ്തകമാണ്. വേദപുസ്തകത്തിന് ഞാൻ അതെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. രാത്രിയാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് പറയും, വാ നമുക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോ എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് എന്നെ പാസ്പോർട്ടില്ല, വിസ ഇല്ലാതെ അനേക രാജ്യങ്ങളില് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയി ചില മന്ത്രവാദങ്ങൾ എന്നെ കാണിക്കുവാൻ തക്കൊണ്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഈ മന്ത്രവാദത്തെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ മന്ത്രവാദം സ്തോത്രം, ഞാൻ നിന്നെ കൊണ്ട് അതിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഇത് ശ്രദ്ധ വയ്ക്കുക. ചില ജീവിതങ്ങളെ, ചില ഭവനങ്ങളിൽ കാണുമ്പോൾ ആകാശവും ഭൂമിയും തൊടാതെ എന്നെ കയ്യിൽ മാത്രം എടുത്തുകൊണ്ട് പോകുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്നോട് കർത്താവ് പറയും, സ്തോത്രം, നീ ഈ കാണുന്നത് ഗ്രഹിച്ചു കൊള്ളുക, നിന്റെ ഓർമ്മയിൽ ഇത് ഗ്രഹിച്ചു കൊള്ളണം എന്ന് പറയും. അപ്പോ ഞാൻ ഈ ഭൂമി ആകാശം തൊടാതെ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ ശരീരത്തിലേക്ക് കടക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്ന സമയങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ചഞ്ചലപ്പാണ്. എൻ്റെ ആത്മാവ് പോകാൻ സമയമായെന്നുള്ളത് എനിക്ക് അറിയുവാൻ തക്കോണ ഇടയായി. ദൈവത്തിന് സ്തോത്രം. പകലാകട്ടെ രാത്രിയാകട്ടെ കർത്താവിന്റെ കൂടെ എന്നെ കൊണ്ടു നടന്ന് ഓരോ കാര്യങ്ങൾ എന്നെ കാണിക്കുവാനും പഠിപ്പിക്കുവാനും പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ജീവിക്കുന്ന ദൈവം എന്തെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. എൻ്റെ കുടുംബത്തിനകത്ത് ഞങ്ങൾ അതിന് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരൻ ഇപ്പോൾ 8 വർഷമായി ആക്സിഡന്റിൽ മരിക്കുവാൻ തക്കണ ഇടയായി. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ കാണിച്ചു. ട്രാൻസ്പോർട്ട് ബസ്
മുട്ടി മരിക്കുന്നതായിട്ട്. എന്നാൽ ഒരു കാർ വന്ന് ഇടിച്ച ആക്സിഡന്റിൽ എൻ്റെ സഹോദരൻ മരിച്ചു. അന്നും ജീവനുള്ള ദൈവത്തെ അവനോട് സുവിശേഷം പറയുവാൻ, അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. പക്ഷേ പിന്നത്തേല് പിന്മാറിപ്പോയി, കുറ്റം വിധിക്കുവാൻ തുടങ്ങി. നിന്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് പട്ടിണിയും ദാരിദ്ര്യമെന്ന് പറയുവാനിടയായി. നിന്റെ യേശുവിനെ എനിക്ക് വേണ്ട, എന്റെ ദൈവം, ഞാൻ ഇന്ന് ആ ദൈവങ്ങളെ ഒന്നും പേര് പറയത്തില്ല, കഴുത്തിൽ പാമ്പുള്ള ഒരാളാണ്, ആ മനുഷ്യൻ മതി എന്റെ ദൈവം എന്ന് എപ്പോഴും പറയും. സ്തോത്ര. ദൈവവചനം പറയുന്നു, അന്യദേവന്മാരുടെ നാമം വൃഥ നാവിലെടുക്കരുത്. അതുകൊണ്ട് ഞാൻ ആ ദൈവങ്ങളുടെ പേരൊന്നും പറയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന പല സമയങ്ങളിലും എൻ്റെ ജീവിതത്തില് കർത്താവിന്റെ ആ സ്നേഹം, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞിന് മാസം തോറും നേർച്ച കാഴ്ച കൊടുക്കുന്ന, ആയില്യം നാളിന് കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മാറി മാറി പോയ വീടുകളിലെല്ലാം പാമ്പുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്നൊക്കെ പാമ്പിനെ കൊള്ളുവാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കി. ഞങ്ങൾ ഈ ചെറിയ പ്രദേശത്ത് താമസിച്ചപ്പോൾ 3 പാമ്പ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് അതിനെയും കൊല്ലുവാൻ തക്കൊണ്ട് ഇടയായി. അന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നിനക്കൊരു അടയാളം തരും. അന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു പാമ്പിന്റെ തലയെ പൂച്ച കടിച്ച് അതിനെ മുറിച്ച് 2ആയിട്ടിട്ടിരുന്നു. നമുക്ക് വരാനിരിക്കുന്ന അനർത്ഥത്തെ സർവശക്തനായ ദൈവം അവിടെ നിന്ന് നമ്മളെ നീക്കുപോക്ക് നൽകി. ഞാൻ നിനക്ക് പകരം കൂശിനെയും, ഞാൻ നിനക്ക് പകരം സഭയും, ഞാൻ നിനക്ക് പകരം മിസ്രയീമിനെ കൊടുക്കുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം രാവും പകലും ഞങ്ങൾക്ക് കോട്ടയായിരുന്നു. ഞങ്ങൾ താമസിച്ച 500 രൂപയ്ക്ക് താമസിച്ച വീട്ടില് ഞാൻ പറയട്ടെ, ഒരു നല്ല കതവില്ല. ഒന്ന് തള്ളിയാൽ പോയി, ചെറ്റയാണ്, ഒന്ന് തള്ളിയാ പോയി. അന്ന് രാത്രി ഇതുപോലെ എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് രാത്രി 2 മണിയായപ്പോ പെട്ടെന്നൊരു അസ്വസ്ഥ വന്നു. രാത്രി ബാത്റൂമിൽ പോകാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ കൊച്ചിനെ കാണാനില്ല. ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോ ഞങ്ങളുടെ വീട്ടിൽ എലിശല്യമുണ്ട്. കാരണം ചെറ്റ വീടാകുമ്പോ അത് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ ഒരു പലക കുറുക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അന്ന് കിടക്കുന്നത്. അന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയവും കൂടെയാണ്, യൂട്രസ് മാറ്റുന്നത്. അന്ന് രാത്രികാലം എൻ്റെ കുഞ്ഞിനെ കാണാത്തോണ്ട് ഞാൻ എഴുന്നേറ്റ് ഈ പലവ മാറ്റി അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് അടുത്തോട്ട് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് തല ചുറ്റുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല, എൻ്റെ മോള് എൻ്റെ മുമ്പേ ഒരു പാവ എടുത്തിട്ടതുപോലെ മലന്നടിച്ച് വീഴുവാൻ തക്കവണ്ണം. അപ്പൊ എൻ്റെ മൈൻഡ് മാറി. ഞാൻ നിലവിളിച്ചു, അച്ചുവേ അച്ചുവേന്ന്. എന്ന് വെച്ചാൽ അതെനിക്ക്, നമ്മുടെ കുഞ്ഞ് താഴെ വീണ നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാരണം ആരും സഹായമില്ല. രാത്രിയാവുമ്പോൾ 2 മണിയായി. പെട്ടെന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ നാവടക്കി അതിന്മേൽ വെട്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവദാസനെ ദാസിയെ, അന്ന് രാത്രികാലം ഓൺ ദ സ്പോട്ടില് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ട പിശാചിനെ വെട്ടി പ്രാർത്ഥിച്ചപ്പോൾ വീണ് കിടന്ന എൻ്റെ മകൾ ഒന്നും അറിയാത്തതുപോലെ എഴുന്നേറ്റിരുന്നു. ഞാൻ കണ്ട അത്ഭുതമാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് മടക്കി തന്നു. ദുർമരണം നടക്കേണ്ട സ്ഥാനത്ത് പിശാച് കടന്നു വന്ന് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ പദ്ധതിയിട്ട സ്ഥാനത്ത് കർത്താവ് യേശുവിന്റെ അത്ഭുതകരം വെളിപ്പെട്ടു വന്നു. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ നിജത്തി വിളി കേട്ട് ഓടി വന്നു. ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അപ്പൊ അനിയത്തി പറഞ്ഞു, ഇല്ല ചേച്ചി, അവളെ തല ബാക്ക് അടിച്ച് വീണതാണ്, ബ്ലഡ് കോട്ടാവും, രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകണ്ട. പക്ഷേ അന്ന് രാവിലെ പത്രം എടുത്ത് വായിച്ചപ്പോൾ കോഴിക്കോടുള്ള ഒരു സഹോദരൻ രാത്രി വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ അടുക്കളയിൽ പോയി തിരിച്ചു വരുമ്പോൾ കട്ടളപ്പടികൾ തട്ടി താൻ മലനടിച്ച് തല ബ്ലഡ് കോട്ടായി മരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എന്റെയും എൻ്റെ കുഞ്ഞിന്റെ ഉത്തരവാദി ദൈവമാണ്. ഞാൻ വിധവയാതെ, ചിലരൊക്കെ പറയാറുണ്ട്, നീ വിധവയാതെ നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. പക്ഷേ സർവശക്തൻ മിണ്ടാതിരിക്കില്ല. എനിക്ക് വേണ്ടി സംസാരിപ്പാൻ ഇടയായി, എൻ്റെ കുഞ്ഞിന് വേണ്ടി സംസാരിപ്പാൻ ഇടയായി. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി പലപ്പോഴും ഞങ്ങൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. നല്ല ആഹാരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പലപ്പോഴും മറ്റുള്ളവർ തരുന്ന വസ്ത്രങ്ങൾ, ചിലവർ പുതിയ വസ്ത്രങ്ങൾ എടുത്ത് തന്നിട്ടുണ്ട്. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പറയട്ടെ, ആ നന്മകൾ തരുമ്പോൾ ഞാൻ നിഷേധിക്കാതെ വാങ്ങിച്ച് ദൈവസ്ഥനെ വീട്ടിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നാളുകൾ ഇത് ദൈവം അനുവദിക്കുന്ന ആളുകൾ പോട്ടെ, അത് കഴിഞ്ഞ് എല്ലാ കാലത്തും ഇത് വാങ്ങിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. പല കഷ്ടങ്ങൾ എന്ന് വെച്ചാൽ ആഹാരത്തിനായി തന്നെ ഭാരപ്പെട്ടു. ഭവനങ്ങൾ മാറി മാറി. ഈ ഭവനം മാറുമ്പോൾ നമ്മുടെ സാധനങ്ങൾ മാറ്റാൻ നമുക്കൊരാണെന്നും ആണില്ല, ഒരു പുരുഷനില്ല പരക്കി മാറ്റാൻ, നമ്മളൊന്ന് സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് 19ാമത്തെ വീടാണ്. അതൊരു കൊച്ചു വീടാണ്.
എൻ്റെ മകളുടെ ഒരു ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ആ വീട് സന്തോഷമായി, ഞാനും എൻ്റെ മകളും മാത്രമേ ഉള്ളൂ. അനുജത്തി കല്യാണം കഴിഞ്ഞ് അവർ വേറെ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവിടെ കുടുംബത്തിൽ ആരും രക്ഷയിലേക്ക് വന്നില്ല. കർത്താവ് യേശുവിന്റെ സ്നേഹം, കാലങ്ങൾ കഴിഞ്ഞു. ദൈവം അയക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, ട്രാക്ട് കൊടുക്കുവാൻ, ആ പരസ്യോഗങ്ങൾക്ക് പ്രസംഗിക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. അതുപോലെ മകൾ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തക്കോണം ഇടയായി. കർത്താവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നിലനിർത്തി ദൈവം അനുഗ്രഹിക്കുന്നതിനിടയ്ക്ക് വെച്ച് എനിക്ക് ന്യൂമോണിയ ബാധിച്ചു. മരിച്ചുവെന്ന് വിധി എഴുതി. ആ ന്യൂമോണിയ ബാധിച്ച കൂട്ടത്തിൽ തന്നെ എനിക്ക് ഹല്ലേലൂയ ക്ഷയരോഗം വന്നു. ക്ഷയരോഗം വന്നപ്പോൾ ന്യൂമോണിയ വന്നു. ഷുഗർ എല്ലാം ഹൈയായി. തലമുടിയെല്ലാം കൊഴിഞ്ഞു. ഒരു അസ്ഥി പഞ്ചരമായി മരിച്ചുവെന്ന് വിധി എഴുതി. എന്നാൽ അവിടെയെല്ലാം ഞാൻ ഇന്ന് ഓർക്കുന്നു, ദൈവം ഒരുവന്റെ മേലൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കുന്നത് വരെ അവന്റെ ജീവനെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. മരണത്തിന്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളത്. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ദൈവമക്കൾ എന്നെ സഹായിച്ചു. എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവിന്റെ അദൃശ്യകരം എന്നോട് കൂടെ ഇരുന്നു. പല ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോഴും ആ സഹോദരങ്ങൾ കേൾക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടി പുതിയ വസ്ത്രം എടുത്തുകൊണ്ട് വന്നു തന്നു. ഞാൻ സുഖമില്ലാതിരിക്കുമ്പോൾ എനിക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും എല്ലാം കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ചിന്തിക്കുക അവർ ചെയ്യും, ഇവർ ചെയ്യും. പക്ഷെ തമ്പുരാന്റെ കരമില്ലാതെ ഒന്നും നടക്കത്തേയില്ല. മരണത്തിന്റെ നീക്കുപോക്കളിൽ നിന്ന് ക്രമേണ എന്നെ വിടിവിച്ച് ഞാൻ 5 വർഷം പുരുഷന്മാരെ പോലെ മുടിവെട്ടി നടന്നു. കാരണം എനിക്ക് മുടി വേണ്ട, ചൂടത്ര മാത്രം. തലമുടി കൊഴിയാൻ തുടങ്ങി. നടക്കാൻ പറ്റത്തില്ല, അസ്ഥിയായി. കാലൂന്നിയാൽ ഉറക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മകൾ ഒരു കുഞ്ഞിനെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ എൻ്റെ മകൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. കാരണം നടന്നാൽ തെന്നി വീഴും. നമ്മുടെ മക്കളെ നമ്മൾ കൈ പിടിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ എൻ്റെ മകള് ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ കുളിപ്പിച്ച് ശുശ്രൂഷിച്ചു. അന്നേരവും എൻ്റെ കൊച്ചിന് ജോലിയില്ല. പല ദൈവമക്കളുടെ നന്മകൾ, പലരുടെ കൈകൾ തുറന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു. സ്തോത്രം. ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ ബാല്യത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ 1-2 വിഷയം വിട്ടുപോയി. ഞങ്ങളുടെ 2 സഹപാഠികള്, അവരുമായി ഞങ്ങള് സഹോദരിയുടെ അപ്പന് കള്ളിച്ചത്താണ്. കള്ളിച്ചെത്തി കൊണ്ടുവരുന്ന ആ കള്ളുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒഴിച്ചു തരും. അന്നത്തെ കാലത്ത് നമ്മൾ അതൊക്കെ കുടിക്കും. നമുക്കറിയത്തില്ലല്ലോ. അതൊക്കെ കുടിച്ച് ചാരായം കുടിച്ചു, കള്ളു കുടിച്ചു, ബിയർ കുടിച്ചു. ഇതെല്ലാം കുടിച്ചെങ്കിലും തമ്പുരാന്റെ കരം കണ്ട എന്നെ തമ്പുരാൻ വിടൂലെന്ന് എനിക്ക് ഇപ്പോൾ നല്ലവണ്ണം ബോധ്യമായി. കാരണം ഒരു പുരുഷനെ പോലെ ദൈവം എന്നെ ആക്കി തീർത്തു. എവിടെയും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുവാൻ. പക്ഷെ ഒറ്റയ്ക്ക് നിന്നെടുത്തും പലരും പലതും വിധി എഴുതി, പരിഹാസം പറഞ്ഞു, പല നിന്ദകൾ കേട്ടു. അവിടെയെല്ലാം ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഇറങ്ങിയെങ്കിൽ ഈ മനുഷ്യർ പറയുന്നതൊന്നും എനിക്ക് വിഷയമല്ല. സ്തോത്രം. പലപ്പോഴും ഞാൻ ഞരക്കത്തിലിരുന്ന് നിലവിളിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നു, നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒത്തിരി കഷ്ടതകളും വേദനകളും ഞങ്ങളെ പിന്തുടർന്നു കൊണ്ടിരുന്നു. ഭർത്താവുമായി മെഡിക്കൽ കോളേജില് 1.5 മാസം കിടക്കേണ്ടി വന്നു. അമ്മയെ കൊണ്ട് 1.5 മാസം കിടക്കേണ്ടി വന്നു. എല്ലാ ചെലവുകളും. അവർ 2 പേര് മരിച്ചപ്പോഴും ഞങ്ങളായിരുന്ന സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് ഞങ്ങളുടെ സഭ, അന്നത്തെ APC സഭയിലെ സഭയും കുടുംബവും ഞങ്ങളെ സഹായിച്ചു. ഞാൻ പറയട്ടെ, കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് വന്നാൽ ദൈവം നമ്മളെ താങ്ങും. ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ, സ്വസ്ഥതയില്ല, സമാധാനമില്ലാതിരുന്നപ്പോൾ ഈ ദൈവസ്നേഹം ഞങ്ങളിലേക്ക് വന്നപ്പോൾ വലിയൊരു സമാധാനം ഞങ്ങൾക്കുണ്ടായി. ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാനും എൻ്റെ മകളും വലിയ പ്രദേശത്ത് ചർച്ചക്കോടിലാണ് ഞങ്ങൾ പോകുന്നത്. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരു ചെറിയ വാടക ഭവനത്തിലായിരിക്കുന്നു. കുഞ്ഞിന്റെ വരുമാനം കൊണ്ട് ഞങ്ങൾ കഴിയുന്നു. പിന്നെ ദൈവത്തിന്റെ വേലയും ആ കൂട്ടത്തിൽ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ജീവിതത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് പറയുവാൻ. എന്നാൽ കർത്താവിൽ ഞാൻ ചുരുക്കി പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്.
സകലമാനവും മഹത്വവും പുകഴ്ചയേൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയദാസനെ ഞാൻ പലപ്പോഴും ഈ അസതി ടിവിയുടെ പ്രേക്ഷകയാണ്. ചില ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് പേടിയാണ്, പാസിനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ ഈ സാക്ഷ്യത്തിനായി എന്നെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, എനിക്ക് ബെന്നി പാസിനെ കാണുമ്പോഴേ എനിക്ക് പേടിയാണ്, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ പേടിപ്പിച്ച് കളയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അമ്മയും ഞാൻ ചോദ്യം ഒന്നും ചോദിച്ചില്ലല്ലോ. പ്രാർത്ഥിക്കുക. പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, നഗ്നതയാകട്ടെ, ഏത് പ്രതിസന്ധിയിലും നമ്മളെ താങ്ങുവാൻ ഒരു കരമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ ആരാധിക്കുക, ജീവനുള്ള ദൈവത്തോട് അടുത്ത് വരിക. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. രോഗമാണോ, പ്രയാസമാണോ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമാണോ, നഷ്ടമാണോ, എല്ലാം മടക്കി തരുവാൻ ദൈവശക്തനാണ്. വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നിലനിന്നാൽ ദൈവം നമ്മളെ രക്ഷിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കും. താങ്ക് യു സിസ്റ്ററെ. പക്ഷെ ഇന്ന് ഞാൻ ചോദ്യമൊന്നും ചോദിച്ച് പേടിപ്പിച്ചില്ലല്ലോ, ഒന്നും ഞാൻ ചോദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ചില ആളുകളുമായിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് ഉപദേശപരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. സാക്ഷ്യങ്ങളിൽ എപ്പോഴും ഞാൻ പ്രോത്സാഹനമാണ് തരുന്നത്. കാരണം നമുക്കെപ്പോഴും ആഗ്രഹം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ദൈവമക്കളെ കൈത്താങ്ങൽ കൊടുക്കണം, അവരെ മുൻപോട്ട് കൊണ്ടുവരണം, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെപ്പോഴും സാക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ചാരായം വാറ്റും ഒക്കെ ചെയ്യുന്നൊരു കുടുംബമായിരുന്നു അല്ലേ? മന്ത്രവാദം, ചാരായം വാറ്റ്, ആങ്ങളെയായിരുന്നു ചാരായം. അതെ, അനുഭവം പറഞ്ഞു ഇല്ലയോ? അപ്പൻ മന്ത്രവാദം, ആങ്ങളെ ചാരായം വാറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ചൂട് ചാരായം കുടിച്ച അനുഭവമൊക്കെ ഉണ്ട്. സാധാരണ ഈ സഹോദരിമാർ സാക്ഷ്യം പറയുമ്പോൾ ചാരായം, ബിയറ് ഇതൊക്കെ കുടിച്ചൊന്നും സാക്ഷ്യം കേൾക്കാറില്ല. ഇത് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാകുന്നൊരു സാക്ഷ്യമാണ്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നു. എങ്ങനെയാ കർത്താവിൻ്റെ വേല ഏതൊക്കെ വിധത്തിലാണ് ചെയ്യുന്നത്? പരസ്യങ്ങൾക്ക് പോകുന്നുണ്ട്, ട്രാക്ട് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. ശരി ശരി. വലിയതോടെ ചർച്ച് ഓഫ് ഗോഡ് എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് അവിടെ വലിയ ഉണർവൊക്കെ നടന്ന, വലിയൊരു വളർച്ച നടന്നൊരു സഭയാണ് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. തമ്പാച്ചൻ പാസ്റ്ററൊക്കെ ഇരിക്കുമ്പോൾ, തമ്പാച്ചൻ പാസ്റ്റർ അതെ അതെ. ഓക്കെ. കാരണം ഞാൻ കുറേ അപ്ഡേറ്റ് ചെയ്യാൻ താമസിച്ചു. കാരണം പഴയ കഥകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്നുണ്ടേ. ദൈവത്തിന് സ്തോത്രം. ആ ചർച്ചിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ മകൻ സന്തോഷ് വർഗീസ് നമ്മുടെ ബോംബെയിലുണ്ട്. പാസ്റ്ററുമായിട്ടൊക്കെ നല്ല പരിചയവും ഒക്കെ ഉണ്ട് നമുക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ആ ചർച്ചിനെ കുറിച്ച് അതുകൊണ്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും കർത്താവ് നിങ്ങളെയൊക്കെ ആ ദേശത്ത് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന കുടുംബം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പൈശാചിക ബന്ധനങ്ങളുണ്ടാകും. കാരണം തലമുറയായിട്ട് കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഭൂതബാധയും അന്ധകാരങ്ങളും ഒക്കെ. കാലങ്ങളില് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, പിന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അതെ അതെ അതെ. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. ചില ആളുകൾ ചോദിക്കും ഇതൊക്കെ സത്യമാണോ? ഈ പറഞ്ഞാൽ അറിയാത്ത ആള് അനുഭവിക്കുമ്പോൾ അറിയും എന്ന് നമുക്ക് പറയാം. കാരണം ഈ ലോക മനുഷ്യർക്കും നിരീശ്വരവാദികൾക്കും യുക്തിചിന്തകർക്കൊക്കെ തോന്നി ഇതൊക്കെ വെറും മണ്ടത്തരമാണെന്ന്. പണ്ട് ഈ ചാത്തനേടെന്ന് പറഞ്ഞൊരു സംഭവം ഏതോ പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ കുറേ യുക്തിവാദികളെല്ലാം കൂടെ അവിടെ ചാത്തനേട് ഇല്ലെന്ന് സ്ഥാപിക്കാൻ പോയ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കർണാടകയിൽ എവിടെയായിരുന്നു, പത്രത്തിൽ വന്ന വാർത്തയാണ്. പക്ഷേ പോയ യുക്തിവാദികൾക്കും ഏറ് കിട്ടിയെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അപ്പം പലർക്കും ഇതൊക്കെ അത്ഭുതമായിട്ട് തോന്നും, ഇതൊക്കെ വെറും എന്താ പറയുക അന്ധവിശ്വാസമായിട്ട് തോന്നും. പക്ഷേ അനുഭവത്തിൽ അനുഭവിച്ചവർക്കറിയാം ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ജീവിതങ്ങളെ നശിപ്പിക്കുന്നതെന്നൊക്കെ അറിയാനിടയായിത്തീരും. എന്തായാലും സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ ഓർത്ത് സ്തോത്രം. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും അങ്ങനെ വിട്ടുപോയ ഭാഗമുണ്ടെങ്കിൽ, മറക്കാനാവാത്ത അനുഭവം ഉണ്ടെങ്കിൽ 1-2 മിനിറ്റോട് എടുക്കാം കേട്ടോ. ശരി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിന് വേണ്ടി. പരിശുദ്ധനായ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമേറിയ ഒരു നല്ല സായന സമയം കർത്താവേ, ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ആസാദി ടിവിയിലൂടെ കടന്നു വരികയാണ്. അടുദാസനായി ദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രവർത്തന മേഖലകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഇതൊരു അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ കർത്താവേ. ആമേൻ. കർത്താവേ, ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് വീണ് കിടക്കുന്ന ജീവിതങ്ങളെ ഒന്നുകൂടെ കരം പിടിച്ച് ദൈവം എഴുന്നേൽപ്പിക്കുമാറാകണമേ. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ട്, കഷ്ടങ്ങൾ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ്, ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഉണർവിനും ബലത്തിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ബന്ധനങ്ങളാണോ, ഭൂതഗ്രസ്തരാണോ, രോഗങ്ങളാണോ, പൈശാചിക ബന്ധനങ്ങളാണോ കർത്താവെ, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ ആസാദി ടിവിയിലൂടെ ഞങ്ങൾ അതിന്മേൽ ജയമെടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുർഭൂത ശക്തികൾ വിട്ടുപോകട്ടെ കർത്താവെ, പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ കർത്താവെ, അന്യാരാധന ശക്തികൾ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ നസ്രാനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുറത്തു വരുവാൻ കൽപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. കർത്താവ് അനുഗ്രഹിക്കും, സഹായിക്കും. മാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ശോഭന സിസ്റ്ററുടെ മേൽ, തൻ്റെ പ്രിയമുള്ളവരുടെ മേൽ, താൻ ചെയ്യുന്ന ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് സിസ്റ്ററെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതാനുഭവമായിരുന്നു. അനേകർക്ക് അനുഗ്രഹമായി ഈ കർത്താവ് നിർത്തട്ടെ. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്ന ദൈവം പിന്നെ ശക്തമായിട്ട് അനേകരെ കർത്താവിലേക്ക് നേടാൻ വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ്